വെൽക്കം ടു ജിലേബി കുസീൻ. ഞാൻ ജിജോ. റെസിപ്പി എന്താണെന്നറിയോ? വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ml ഗ്ലാസ്സാണ്, അതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകി കൊണ്ടുവരാം. ഈ ബസ്മതി റൈസ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് ഇവിടെ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. പുലാവിൽ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ്, അതേപോലെ 1/2 കപ്പ് കോളിഫ്ലവർ, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറുതായി നുറുക്കിയത്, ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, ഒരു 1/8 കപ്പ് റെഡും യെല്ലോയും ക്യാപ്സിക്കം. എല്ലാ വെജിറ്റബിളും ചെറുതായി നുറുക്കിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾ യൂസ് ചെയ്യാം. എല്ലാ ക്യാപ്സിക്കം വേണം എന്നില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ ഇതിലൊരു 1/2 കപ്പ് പനീർ ക്യൂബ്സ് ആക്കിയതോടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇവിടെ ഞാനൊരു 1/4 കപ്പ് പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പട്ടാണിയാണുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് ഫ്രോസൺ ആണ്. ഈ പുലാവിൻ്റെ ടേസ്റ്റ് മേക്കേഴ്സായിട്ട് ഞാനിവിടെ 2 കറുവപ്പട്ട, 5 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 4 പച്ച ഏലക്ക, 1 കറുത്ത ഏലക്ക, പിന്നെ സ്റ്റാർ അനൈസ്, അതേപോലെ വഴനയില. ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രാമ്പൂ ഒക്കെ പൊട്ടിത്തെറിക്കുക, അതുകൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ അടുത്ത് കറുത്ത ഏലക്ക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവർ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. ആക്ച്വലി പുലാവിനൊക്കെ ഈ ഒരു ഏലക്ക ഇച്ചിരി ഫ്ലേവർ നല്ലതുപോലെ തരും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതേപോലെ അത് ആ നെയ്യ് കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞു വരണം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് സവാളയുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് സവാള ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അടച്ചു വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വേഗം വഴണ്ട് കിട്ടും സവാള. സവാള നന്നായി വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് പകുതി വേവെത്തണം. അതായത് പ്രത്യേകിച്ച് നമ്മുടെ പൊട്ടറ്റോയും കോളിഫ്ലവറും ഒന്ന് അത്യാവശ്യം കുക്കായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് ഈ പച്ചക്കറിയൊക്കെ വന്നിട്ട് ഒരു പകുതി വേവെത്തുന്നിടം വരെ ആക്കിയെടുക്കാം. അപ്പം അത്യാവശ്യം വേവ് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ അരി വന്നിട്ട് നമ്മൾ ഈ പച്ചക്കറിയുടെയൊക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അത് അങ്ങനെ തന്നെ ആ പച്ചക്കറിയുടെ കൂടെ ഒന്ന് ചൂടായി കിട്ടണം. ഈ കളറെല്ലാം കൂടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ? ആ വൈറ്റും പച്ചക്കറിയുടെ ആ കളറും എല്ലാം കൂടി ഒരു വൈബ്രൻറ്റ് കളറായിട്ടുണ്ടല്ലേ? ഇതിലേക്ക് ഞാനിനി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1 കപ്പ് അരി എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുക്ക് ചെയ്യുമ്പോൾ കഴിവതും ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ആക്ച്വലി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതും പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നതും നമ്മുടെ ആ ഫുഡിന് തന്നെ ഒരു ടേസ്റ്റിന് തന്നെ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മുടെ പുലാവിന് വേണ്ടുന്ന ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുകയാണ്.
അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതുവരെയും കുക്ക് ചെയ്തതെല്ലാം തന്നെ മീഡിയം ഫ്ലെയിമിലാണ്. ഫ്ലെയിം എപ്പോഴും നിങ്ങളുടെ പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി, അതിപ്പോൾ ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വെള്ളത്തിൻ്റെ കൂടെ ആകുമ്പോൾ അത് ആ ഒരു എരിവ് അതിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടച്ചു വെച്ചിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. അത് അവിടെ ഇരുന്ന് കുക്കാവുമ്പോഴത്തേക്ക് ഞാനിവിടെ പനീർ ഒന്ന് മൊരിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഈ പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പനീർ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രോസൺ പനീറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് കുറയ്ക്കാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ പീസ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇതേപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ പനീർ രണ്ട് സൈഡും ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് മൊരിച്ചെടുക്കാം. പനീർ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ പുലാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുലാവിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഇതാ കാണുന്നുണ്ടാവില്ല. അതേപോലെ ചോറ് തമ്മിൽ അധികം ഒട്ടുന്നൊന്നുമില്ല. റൈസ് ആദ്യം നമ്മളൊന്ന് ചൂടാക്കിയില്ലേ പച്ചക്കറിയുടെ കൂടെ, അത് കാരണമാണ് തമ്മിൽ ഒട്ടാത്തത്. പനീർ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. പനീറിലേക്ക് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ്. പുലാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ആ ഒരു ഏലക്കായുടെയൊക്കെ ഒരു മണമുണ്ടല്ലോ, ഒരു നല്ല മണമാണ് വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ചിക്കൻ കറിയോ പനീർ ബട്ടർ മസാലയോ അതേപോലെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ആ കറി കൂട്ടി കഴിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഒരു സാലഡും ഒരു അച്ചാറും മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.